വൈകിട്ട് ചായക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? ഓയിലൊന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുത്തത്. അതെ, റാഗിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ 1 കപ്പ് ചിരകിയ തേങ്ങയും 1/2 കപ്പ് അവല് കുതിർത്തതും കൂടെ 1/2 കപ്പ് ശർക്കരയും ചേർത്ത് കൊടുക്കാം. ശർക്കര 1/2 കപ്പ് ഉരുക്കിയതായാലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് 2 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് 1-2 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാവിടെ നല്ല സെറ്റായി കിട്ടും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. ഇത് നന്നായി പുരട്ടിയ ശേഷം ഈ പാത്രത്തിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഇഡ്ഡലി തട്ടിലോ സ്റ്റീമറിലോ വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ട് കുത്തി നോക്കുമ്പോൾ അതിലൊട്ടി പിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് റൈസിൻസോ ഡേറ്റ്സോ ഒക്കെ വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.